പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ നയിക്കുന്നെങ്കിലും ചിലപ്പോഴൊക്കെ പലരും പറയാറുണ്ട്, അച്ഛാ വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷേ ചില പ്രതിസന്ധികളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ചില അസ്വസ്ഥതകളൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റുന്നില്ല, ചില രോഗാവസ്ഥകളിലൊക്കെ നിരാശപ്പെട്ട് മനസ്സ് തളർന്നു പോവുക അച്ഛാ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു നിമിഷം ഇപ്രകാരം വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന ഒത്തിരിയേറെ വ്യക്തികൾ ഇതുപോലുള്ള സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. മനസ്സിൻ്റെ ഒരു പ്രത്യേക നിരാശ, ഒരു വല്ലാത്ത മാനസിക ഭാരം, ആരോടും പങ്കുവയ്ക്കാത്ത ഹൃദയത്തിൻ്റെ ചില നൊമ്പരങ്ങൾ, ചില സ്വകാര്യ ദുഃഖങ്ങൾ, എല്ലാവരെയും ഒരു നിമിഷം ഓർത്ത് എല്ലാ ദുഃഖങ്ങളും നമുക്കൊരു നിമിഷം കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്ത് തന്നെ ആയിരുന്നുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളെങ്കിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. എങ്കിലും ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ ജീവിത അസ്വസ്ഥതകളിൽ, ഞങ്ങളുടെ ചില രോഗാവസ്ഥകളിൽ, ചില സാമ്പത്തികമായ പരാധീനതകളിൽ ഞങ്ങളുടെ മനസ്സ് മരവിച്ചു പോകുന്നു, വിശ്വാസം ക്ഷയിച്ചു പോകുന്നു. കർത്താവെ, ഞങ്ങളുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ അങ്ങയുടെ മുമ്പിൽ തുറന്നു വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വിശ്വാസം ക്ഷയിച്ചു പോകാതെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, അങ്ങിൽ ശരണപ്പെടുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. വിശ്വാസത്തിൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമാതാവേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത ദിനങ്ങളിൽ ഈ ആത്മീയ കേന്ദ്രത്തിൽ ഒരു സന്യാസിനിയുമായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിൽ സങ്കടത്തോടുകൂടെ ആ സഹോദരി പങ്കുവച്ച ചില കാര്യങ്ങൾ ഞാൻ ഇതുപോലെ മനസ്സിൽ ഓർക്കുക. ആ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ സന്ധികളിലും ഇന്നെനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അച്ഛാ. മോളെ, ഈ തീരുമാനം വേണോ? ചാച്ചാ, ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ തീരുമാനമല്ല, ഞാൻ ദൈവത്തിന് കൊടുത്ത വാക്കാ. മോളെ, ഡിഗ്രി കഴിഞ്ഞതല്ലേ, ഇനി ഏതെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം, അതല്ലേ നല്ലത്. മാത്രമല്ല, നീ പോയാ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ളത്? ചാച്ചാ, എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. അതല്ല മോളെ, നിന്റെ അമ്മച്ചി ഞാനും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയില്ലേ? ചാച്ചന് അബ്രാഹത്തിന്റെ കഥ അറിയില്ലേ? ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയ അബ്രാഹത്തിന്റെ കഥ. ദൈവഹിതത്തിന് കീഴ്വഴങ്ങാം, ദൈവിക പദ്ധതി നടപ്പിലാകാൻ പ്രാർത്ഥിക്കാം. എന്നാലും അതെ, നിങ്ങൾ രണ്ടാളും കൂടി കരഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞാൻ നാടുവിട്ടൊന്നും പോകുന്നില്ലല്ലോ, കർത്താവിനെ മണവാട്ടിയാവാൻ പോവല്ലേ. മോളെ, സന്യാസി ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും വരും. എന്റെ മണവാളിനെ സ്വീകരിക്കാനുള്ള വിളിയല്ലേ അമ്മേ. കഷ്ടപ്പാടും വേദനകളും ഞാൻ സന്തോഷത്തോടെ സഹിക്കും. അതെ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
മോളെ ഇത് കഴിക്ക്, കുടിക്ക്. മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടമ്മേ. എന്താ പറ്റിയത്? അറിയില്ലമ്മേ, പെട്ടെന്ന് തല കറങ്ങിപ്പോയി. പക്ഷേ എന്റെ ദേഹം മുഴുവൻ ഭയങ്കര വേദനയാ. ഗുളിക കഴിച്ചതല്ലേ, മാറിക്കോളും. ഒന്ന് ഉറങ്ങിയെണീക്കുമ്പോഴേക്കും എല്ലാം മാറിക്കോളും. എന്നാ സിസ്റ്റർ പോട്ടെ. എന്താ നീ കാണിക്കുന്നത്? എല്ലാം നിന്റെ അടവാ. ചാപ്പലി പോയിരുന്ന് പ്രാർത്ഥിക്കുന്നീ. ജെസ്സി, ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എനിക്ക് ഒട്ടും വയ്യമ്മേ. ദേഹം മുഴുവൻ ഭയങ്കര വേദനയാ. എത്ര ഡോക്ടർമാരെ കണ്ടു, എത്ര ചികിത്സിച്ചു? നീ ചെറുപ്പമല്ലേ, ഇങ്ങനെയായാലും എങ്ങനെയാ ശരിയാവുക? ഇതൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാ. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാവില്ല. ചെല്ല്. ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും. വന്നണയുമീ ആശ്രമശാന്തിയിൽ എല്ലാം തകന്നു ഞാൻ നിൽപ്പുനാഥ നീ വന്നണയുമീ ആശ്രമശാന്തിയിൽ എല്ലാം തകന്നു ഞാൻ നിൽപ്പുനാഥ അണയണേ നാഥ അഖിലാണ്ടനാഥ ആലംബം നീ മാത്രമേശുനാഥ അണയണേ നാഥ അഖിലാണ്ടനാഥ ആലംബം നീ മാത്രമേശുനാഥ ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ ആരോടു ചൊല്ലുമീ
യേശുനാഥ. ഈശോയെ, എനിക്ക് പറ്റുന്നില്ല ഈശോയെ, ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ. ഞാനിത് ഉപേക്ഷിക്കുക. സോറി ഈശോയെ, സോറി. എനിക്ക് പ്രണയമാണ് നിന്നോടും ആ ത്യാഗത്തോടും. തെറ്റായ തീരുമാനങ്ങൾക്ക് മാപ്പ്. സഹനങ്ങൾ ഏറിടുമ്പോൾ നിന്നിലേക്ക് ഞാൻ അണയും, എൻ്റെ പ്രാണപ്രിയൻ്റെ അരികിലേക്ക്. ഈ രോഗാവസ്ഥ ഉണ്ടായപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. പ്രായമായ ആരെങ്കിലും ആണെങ്കിൽ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ ഇത്ര ചെറുപ്പമുള്ള ഞാൻ ഈ രോഗമാണ്, കഷ്ടതയാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെയുള്ളവർക്കോ എൻ്റെ കൂട്ടുകാർക്കോ പലപ്പോഴും എൻ്റെ അധികാരികൾക്ക് പോലും എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ ഒത്തിരി വേദന, വിഷമമാണ്. എന്നിട്ട് ശരീരം മുഴുവൻ വേദനയാണ്, മനസ്സ് തളർന്നു പോവുക. എന്നിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്ന് ചികിത്സ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ ആ നല്ല മനുഷ്യൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ രോഗം ഒരിക്കലും മാറിയല്ല കേട്ടോ. ഇതിന് ഇങ്ങനെ ചികിത്സയൊക്കെ ചെയ്ത് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് പോകാമെന്നേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ടും ഒരിക്കലും മാറിയല്ല, ദൈവം വിചാരിച്ചാലല്ലാതെ. അതുകൊണ്ട് അച്ഛാ, ആ വിശ്വാസത്തോടെ അച്ഛാ ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ആ സഹോദരി പങ്കുവയ്ക്കുകയാണ്, ദൈവം പോലും എന്നെ കൈവിട്ടു പോയോ? ദൈവത്തിന് പോലും എൻ്റെ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? രാത്രിയുടെ യാമങ്ങളിലും മറ്റവസരങ്ങളിലുമൊക്കെ സങ്കടത്തോടെ കരഞ്ഞു. പള്ളിയിലിരുന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ആരാ എന്നെ ഒന്ന് സഹായിക്കാനുള്ളത്? ആരാ എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്? ആരുമില്ല. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന ചില സങ്കടങ്ങളുടെ അനുഭവങ്ങളാണിത്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ആർക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു എക്സെപ്ഷൻ ഇല്ല എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ഒരു സങ്കടത്തിൻ്റെ അനുഭവമാണ്. പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ്. വിശ്വാസമുണ്ട്, തീക്ഷ്ണതയുണ്ട്, ഒന്നും കൈവിട്ടു പോയിട്ടില്ല. പക്ഷേ ഇതുപോലെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചില അസ്വസ്ഥതകൾ സമൂഹത്തിൽ നുടലെടുക്കുമ്പോൾ, വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ നിലനിൽക്കണമെന്ന് അറിയത്തില്ല. മനസ്സ് തളർന്നു പോവുക, ജീവിതം തളർന്നു പോവുക. ഇനി പ്രവർത്തിച്ചിട്ട് എന്നാ കാര്യം, ഇനി കാര്യങ്ങൾ ചെയ്തിട്ട് എന്നാ കാര്യം, വിശ്വസിച്ചിട്ട് എന്നാ കാര്യം എന്നുപോലും ചിന്തിച്ച് മനസ്സ് തളർന്നു പോവുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പലരിൽ നിന്ന് കേട്ടപ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒന്നും കണ്ണോടിച്ചപ്പോൾ ഞാൻ തീക്ഷ്ണതയുള്ള സ്നാപകനെ മനസ്സിലൊന്ന് ഓർത്തു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ സ്നാപകൻ്റെ മറ്റൊരവസ്ഥ കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഓർക്കണം, സ്നാപകനെ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കർത്താവിനെ ചൂണ്ടിക്കൊണ്ട് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയാൻ മാത്രം തയ്യാറായവൻ. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല.
എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണെന്നൊക്കെ സധൈര്യം ധീരതയോടുകൂടെ ക്രിസ്തുവിനെ ചൂണ്ടി പറഞ്ഞവൻ ഒരുപക്ഷെ തനിക്ക് ഒരു പ്രശസ്തിയും പേരും ഉണ്ടാകാവുന്ന സാഹചര്യത്തിൽ അതൊന്നും കണക്കിലെടുക്കാതെ എളിമയോടെ ഞാൻ പിന്മാറാനുള്ളവനാണ്, എൻ്റെ പിന്നാലെ വരുന്നവനാണ് വലിയവൻ എന്ന് മനസ്സ് മറയ്ക്കാതെ കർത്താവിനെ ചൂണ്ടി പറഞ്ഞവൻ സ്നാപകൻ. തീഷ്ണതയുള്ള പ്രവാചകനാണ് ക്രിസ്തുവിൻ്റെ മുന്നോടിയായിട്ട് വന്നവൻ. പക്ഷേ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ സ്നാപകന്റെ മറ്റൊരു അവസ്ഥ നമ്മൾ വേദനയോടെ വായിക്കുക. കാരാഗ്രഹത്തിൽ കിടക്കുന്ന സ്നാപകൻ. ഈ കാരാഗ്രഹം വരുത്തിക്കൂട്ടുന്ന നിശബ്ദതയിലും അതിൻ്റെ ഒറ്റപ്പെടലിലും ഏകാന്തതയിലുമൊക്കെ മനസ്സുമടുത്തു പോകുന്ന ഒരു സ്നാപകനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നുണ്ട്. സ്നാപകൻ ഏതാനും പേരെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അയച്ച് ചോദിക്കുന്നുണ്ട്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണോ? വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവിന് വേണ്ടി കാത്തിരിക്കണോ? പ്രിയപ്പെട്ടവരെ ഓർക്കണം, തീഷ്ണതയോടെ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവനാ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായിട്ട് മാറിയവൻ, വിശ്വാസത്തിൽ തീഷ്ണത പ്രാപിച്ചവൻ, ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ആത്മാവിൽ നിറഞ്ഞവൻ സ്നാപകൻ. പക്ഷേ ഇപ്പൊ മനസ്സ് മരവിച്ചുപോയി, സങ്കടപ്പെട്ടു പോയി. കാരണം എന്താ? ഈ കാരാഗ്രഹം തീർക്കുന്ന ഒറ്റപ്പെടലിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസത്തിൻ്റെ ശക്തിയും ഒരു നിമിഷം ഒന്ന് മന്ദീഭവിച്ചു പോകും. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത് ഏതൊരു മനുഷ്യൻ്റെയും പച്ചയായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. കാരണം നമുക്കറിയാം, വിശ്വാസമുണ്ട്, തീഷ്ണതയുണ്ട്, ക്രിസ്തു ജീവിച്ചിരിക്കുന്നതാണ് തിരിച്ചറിവുണ്ട്, പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമെന്നൊക്കെ തോന്നലുണ്ട്, ഒരുപാട് തരത്തിൽ ഇന്നോളം അനുഗ്രഹം ലഭിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ മനസ്സിലുണ്ട്, പച്ചകിടാത്ത ഓർമ്മകൾ ഉള്ളിലുണ്ട്. എന്നാലും ചില പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ, ചില പരാജയമൊക്കെ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനസ്സ് തളർന്നു പോകുന്ന, ജീവിതം തളർന്നു പോകുന്ന ചില പച്ചയായ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ മനസ്സ് മരവിച്ചു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ തളരാത്ത ഒരു വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കണമെങ്കിൽ പീഡനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒറ്റപ്പെടുത്തലുകളോ രോഗങ്ങളോ മറ്റു തരത്തിലുള്ളതായ അപ്രതീക്ഷിത ദുരന്തങ്ങളോ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ആത്മാവിൻ്റെ ഒരു നിറവുണ്ടായാൽ മാത്രമേ സാധ്യമാകൂ. ഒരുപക്ഷെ സ്നാപകൻ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ ആത്മാവിൻ്റെ നിറവ് വീണ്ടും ഒന്ന് പ്രാപിച്ചെടുത്തുകൊണ്ടാണ്, ഉദരത്തിൽ കിടന്നുകൊണ്ട് തന്നെ ആത്മാവിൽ നിറഞ്ഞവൻ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ശക്തി വീണ്ടും ഒന്ന് ജ്വലിപ്പിച്ചത് കൊണ്ടാണ് ആ ശിരച്ഛേദനത്തിന് പോലും തയ്യാറായിട്ട് മടികൂടാതെ നിന്നത് എന്ന് വേണം കരുതാൻ. എങ്കിൽ സ്നേഹമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം ക്ഷയിച്ചു പോകരുത്. പ്രതിസന്ധികളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഒരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ വിശ്വാസ തീഷ്ണത തിരിച്ചറിയണം. എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചൊരു നന്മയുടെ പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസവും ഈ തീഷ്ണതയുമാണ് നമ്മൾ കൈമുതലായിട്ട് സൂക്ഷിക്കേണ്ടത്. ദൈവത്തിന് മുമ്പിൽ, ദിവ്യകാരുണ്യ സന്നിധ്യത്തിന് മുമ്പിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സങ്കടമായത്, മനസ്സ് തളർന്നു പോകുന്ന ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ, അവിടെ ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു ശക്തി തരും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ പക്കലേക്ക് എഴുന്നള്ളി വരുന്ന ഈ അത്ഭുത നിമിഷങ്ങളിൽ അവിടുത്തെ തൊട്ട് വിശുദ്ധ തോമാസ് ലീഹായെ പോലെ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാൻ മാത്രമുള്ള തീഷ്ണത തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിപൂർണ വിശ്വാസത്തോടുകൂടെ ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നരുളി ചെയ്ത കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44:3 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവിനെയും
ഞാൻ വർഷിക്കുന്നു. വാഗ്ദാനത്തിൽ വിശ്വസ്തനായ നല്ല ദൈവം തൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും വർഷിക്കുന്ന അത്ഭുതകരമായ നിമിഷങ്ങളാണിത്. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നും നമ്മളെ വഴി നടത്തുന്ന, ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതം മുഴുവനെയും മകനെ, മകളെ ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടുകൂടെ ആ നല്ല തമ്പുരാനിലേക്ക് കൊടുക്കുക. ആ ഹൃദയത്തിലേക്ക് ഈ നിമിഷം വിട്ടുകൊടുക്കുക. സങ്കടങ്ങളുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, അസ്വസ്ഥതകളോ പ്രതിസന്ധികളോ ഉണ്ടാകാം. ഒരുപാട് നീ പരാജയപ്പെട്ടു, ഒരുപാട് പ്രാർത്ഥിച്ചു, എന്നിട്ട് ഇന്നുവരെ ഒരു ഉത്തരവില്ല. കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചു, വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു, ഒരു ഫലമില്ല. പലതരത്തിലുള്ള പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തു, ഒരു ഫലം ഉണ്ടായിട്ടില്ല. മകനെ, മകളെ, എൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകരുത്. ഈ നിമിഷങ്ങളിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടുകയാണ്. യാതനാരൂപത്തിൽ കടങ്ങൾ നീട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നമ്മുടെ ഓരോ ജീവിതങ്ങളിലേക്കും ഒഴുകിയിറങ്ങി നമ്മുടെ വരണ്ട ജീവിതാനുഭവങ്ങള്, മരവിച്ച ജീവിതാനുഭവങ്ങള്, ഉണങ്ങിയ ജീവിത തലങ്ങളിലേക്ക് ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഒഴുകി ഇറങ്ങുന്ന നിമിഷങ്ങളാണ്. മകനെ, മകളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ പരിശുദ്ധിയിൽ പങ്കുചേർക്കുകയും ചെയ്യുന്ന സ്നേഹമുള്ള തമ്പുരാനെ, അങ്ങയുടെ പൊൻകരങ്ങളിൽ ഞങ്ങളുടെ ബലഹീനമായ, ശക്തിയറ്റ, തളർന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, രോഗാസ്വസ്ഥതകളും പരാജയങ്ങളും ദുരന്തങ്ങളും കടബാധ്യതകളും തടസ്സങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതിസന്ധികളായി ഞങ്ങളിൽ ആഞ്ഞടിക്കുമ്പോ ഞങ്ങളുടെ മനസ്സ് മരവിച്ചു പോകുന്നു. കർത്താവേ, കർത്താവേ, അമരത്തുറങ്ങുന്ന അങ്ങേ ഉണർത്താൻ മാത്രം ശക്തിയില്ലാത്തവരായി ഞങ്ങൾ മാറുന്നു. കൂട് ചലിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച വിരിച്ച ചിറകുകളിൽ കുഞ്ഞിനെ താങ്ങുന്ന കഴുകനെ പോലെ ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങയുടെ സംരക്ഷണയിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ ഞങ്ങൾ തളർന്നു പോകുന്നു. കർത്താവേ, ബലം തരണമേ, ബലം തരണമേ, ശക്തി തരണമേ, പ്രത്യാശ തരണമേ, വിശ്വാസം തരണമേ, തീഷ്ണത തരണമേ, സൗഖ്യം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം എല്ലാവരും ഉയർത്തിപ്പിടിക്കുകയാണ്. ജീവിതത്തിൽ മകനെ, മകളെ, നിനക്ക് പാപം ഉണ്ടാകാം, മറ്റു തരത്തിലുള്ളതായ ബലഹീനതകൾ ഉണ്ടാകാം, നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, നിനക്ക് നിരാശയും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, നീ പ്രതിസന്ധികളിൽ വളരെയേറെ തളർന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് ഒരു പ്രത്യേക മന്ദതയിലോ മരവിപ്പിലോ ആകാം. വിശ്വസിക്കുക, രണ്ട് കരങ്ങൾ ഉയർത്തി ആ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, എന്റെ ഈശോയെ വിളിച്ചാൽ ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും എന്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് മനസ്സ് തുറന്ന്, അതരം തുറന്ന്, ഹൃദയം തുറന്ന് ആ രക്ഷാനാമത്തെ ഉറക്കെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ മരവിപ്പിലും മന്ദതയിലും അസ്വസ്ഥയിലും കഴിയുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഒരു അത്ഭുത കൃപയായി നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന തരത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായ ഓരോ മക്കളിലേക്ക് നിറയണമേ. രോഗങ്ങൾ, കഷ്ടതകൾ, സാമ്പത്തിക കടബാധ്യതകൾ, തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടായ തടസ്സം, വിവാഹ തടസ്സം, സ്ഥലം വാങ്ങൽ, വിൽപ്പന മേഖലയുടെ തടസ്സം, യേശുവേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ നീങ്ങിപ്പോയി. ഓരോ മക്കളും ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തെ, തീഷ്ണതയിൽ ആഴപ്പെടുത്തെ, പ്രതിസന്ധികൾ തലതാതിക്കട്ടെ. ആത്മാവ് അവരിൽ ഓരോരുത്തരിലേക്കും ഇപ്പോൾ തന്നെ ശക്തിയായി നിറഞ്ഞ് അവരുടെ ജീവിതങ്ങൾ അഭിഷേകം അണർവം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് ജീവിതത്തെ സമർപ്പിക്കാനായിട്ടുള്ള പ്രത്യേക ബോധ്യം ഈ സമൂഹത്തിൽ
ഈ നിമിഷങ്ങളിൽ പല വ്യക്തികളിലേക്ക് നിറയുന്നതായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ പ്രത്യേക അന്ധകാരാവൃതമായ ചില ജീവിതങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ പ്രത്യേക പ്രകാശം, ലോകത്തിന്റെ പ്രകാശമായി ഈശോ നിറയ്ക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ കൂപ്പാം. നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, പ്രവർത്തന മേഖലകളെ, സ്ഥാപനങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. സ്നേഹത്തോടെ, വിശ്വാസത്തോടുകൂടെ ആ പൊന്നുതമ്പുരാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ ശിരസ് നമിച്ച് ബോധ്യത്തോടെ അവിടുത്തെ നാമത്തെ സ്തുതിച്ച് ആ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ